ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. നമ്മൾക്ക് ഒരു കഥ പഠിക്കാം. അപ്പോൾ കഥ കേൾക്കുന്നതിന് മുമ്പായിട്ട് നമുക്കൊരു വാക്യം പഠിക്കാം. ഉൽപ്പത്തി പുസ്തകം 21 അധ്യായത്തിൻ്റെ 17 വാക്യം. ദൈവം ബാലൻ്റെ നിലവിളി കേട്ടു. ദൈവത്തിൻ്റെ ദൂതൻ ആകാശത്ത് നിന്ന് ഹാഗാറിനെ വിളിച്ച അവളോട് ഹാഗാരെ, നിനക്കെന്ത്? നീ ഭയപ്പെടേണ്ട. ബാലൻ ഇരിക്കുന്നിടത്ത് നിന്ന് അവൻ്റെ നിലവിളി ദൈവം കേട്ടിരിക്കുന്നു. നമുക്കൊന്നും കൂടെ ഇത് പഠിക്കാം. വളരെ ഈസി ആയിട്ടുള്ളൊരു വാക്യമാണ്. ഒരു ബാലൻ്റെ നിലവിളി ദൈവം കേട്ടതായിട്ടുള്ള കാര്യമാണ് പറയുന്നത്. അത് ബാലൻ്റെ അമ്മയോടാണ് ദൈവം വിളിച്ച് പറയുന്നത്. ആ കുഞ്ഞിൻ്റെ നിലവിളി അമ്മയുടെ നിലവിളി കേട്ടു എന്നല്ല പറയുന്നത്, കുഞ്ഞിൻ്റെ നിലവിളി കേട്ടു എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ആ വാക്യം ഒന്നും കൂടെ പഠിക്കാം. ഉൽപ്പത്തി പുസ്തകം 21 അധ്യായത്തിൻ്റെ 17 വാക്യം. ദൈവം ബാലൻ്റെ നിലവിളി കേട്ടു. ദൈവത്തിൻ്റെ ദൂതൻ ആകാശത്ത് നിന്ന് ഹാഗാറിനെ വിളിച്ചു. അവളോട്, ഹാഗാരെ, നിനക്ക് എന്ത്? നീ ഭയപ്പെടേണ്ട. ബാലൻ ഇരിക്കുന്നിടത്ത് നിന്ന് അവൻ്റെ നിലവിളി ദൈവം കേട്ടിരിക്കുന്നു. അബ്രഹാം അതികാലത്ത് എഴുന്നേറ്റു. അപ്പവും ഒരു തുരുത്തി വെള്ളവും ഹാഗാറിൻ്റെ തോളിൽ വെച്ച് കുട്ടിയെയും എടുത്തുകൊണ്ട് അവളെ അയച്ചു. അവൾ പുറപ്പെട്ട് ബർസേബ മരുഭൂമിയിൽ ഉഴന്നു നടന്നു. ബർസേബ മരുഭൂമിയിൽ അവൾ ഉഴന്നു നടന്നപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ അവളുടെ വെള്ളം മുഴുവനും തീർന്നു പോയി. തുരുത്തിലെ വെള്ളം ചെലവായ ശേഷം അവൾ കുട്ടിയെ ഒരു കുറുങ്കാട്ടിൽ തണലിലിട്ടു. അതിന് ശേഷം കുറച്ച് ദൂരെ അവൾ പോയി നിരുന്ന് അവളവിടെ ഇരിക്കുകയാണ്. എന്നിട്ട് അവൾ വിചാരിക്കുകയാണ്, എനിക്ക് ഈ കുട്ടിയുടെ മരണം കാണണ്ട. വെള്ളമില്ലാതെ ദാഹിച്ച് മരിക്കുന്ന മരണം അത് വളരെ പ്രയാസപ്പെട്ടൊരു മരണമാണ്. അപ്പോൾ അവൾ പറയാണ്, എനിക്ക് ഈ മരണം കാണണ്ട. അപ്പോഴാണ് ദൈവം ഹാഗാറിനെ വിളിക്കുന്നത്. ഈ കുഞ്ഞ് ആര് സൃഷ്ടിച്ചതാ? ദൈവത്തിൻ്റെ സൃഷ്ടിയാണ്. ഈ കുഞ്ഞ് ഹാഗാറിൻ്റെ വയറ്റിലായിരുന്നപ്പോൾ തന്നെ വന്നപ്പോൾ മുതൽ തന്നെ ഈ ദൈവത്തിനറിയാം ഈ കുഞ്ഞെങ്ങനെയാണെന്ന്. നാം പിണ്ടാകാരമായിരുന്നപ്പോൾ തന്നെ കർത്താവിനറിയാം നമ്മളെ അറിയുന്ന കർത്താവാണ്. അതുകൊണ്ട് നമ്മൾ കരയുമ്പോൾ ആര് കേൾക്കും? മറ്റുള്ളവരാരും കേട്ടില്ലെങ്കിലും ദൈവം കേൾക്കും. അതുകൊണ്ട് ദൈവം ബാലൻ്റെ നിലവിളി കേട്ടു. ഹാഗാറിനെ വിളിച്ചിട്ട് പറഞ്ഞു, നീ ഭയപ്പെടേണ്ട. ബാലനിരിക്കുന്നിടത്ത് അവൻ്റെ നിലവിളി ഞാൻ കേട്ടിരിക്കുന്നു. നീ ചെന്ന് ബാലനെ താങ്ങി എഴുന്നേൽപ്പിച്ചു കൊള്ളുക. ഞാൻ അവനെ ഒരു വലിയൊരു ജാതിയാക്കും എന്നരുളി ചെയ്തു. അപ്പോൾ അവളെ കണ്ണ് തുറന്ന് നോക്കിയപ്പോൾ അവിടെ ഒരു നീരുറവ് കണ്ടു. ദൈവം നീരുറവ് അവിടെ കൊടുത്തതാണ്. അവൾ നീരുറവ് കണ്ടു. അവൾ ചെന്ന് തുരുത്തിയിൽ വെള്ളം നിറച്ചു ബാലനെ കുടിപ്പിച്ചു. ദൈവം ബാലനോട് കൂടിയിരുന്നു. അവൻ മരുഭൂമിയിൽ പാർത്തു. മരുഭൂമിയിൽ ബർസേബ മരുഭൂമിയിൽ അവൻ വളർന്നപ്പോൾ അവനൊരു വില്ലാളിയായി തീർന്നു. അവൻ പാരൻ മരുഭൂമിയിൽ പാർത്തു. അപ്പോൾ ദൈവം പ്രാർത്ഥന കേൾക്കുന്ന ദൈവമാണ്. ദൈവം കുഞ്ഞുങ്ങളുടെ പ്രാർത്ഥന സ്പെഷ്യലി കേട്ട് അവർക്ക് ഉത്തരം നൽകുന്നതാണ്. അതുകൊണ്ട് കുഞ്ഞുങ്ങളെ, നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ ഏതൊരാവശ്യങ്ങൾ വന്നാലും ആരോട് പ്രാർത്ഥിക്കണം? ദൈവത്തോട് പ്രാർത്ഥിക്കണം, ദൈവത്തോട് കരയണം. അപ്പോൾ ദൈവം തക്ക സമയത്ത് നിങ്ങൾക്ക് ഉത്തരം നൽകുന്നവനാണ്. ഇതിൽ നമുക്ക് അനേക കാര്യങ്ങൾ നമുക്ക് പഠിക്കുവാനുണ്ട്. ഇവിടെ ഒന്നാമതായിട്ട് നമുക്ക് പഠിക്കാനുള്ളത്, ദൈവം അമ്മയുടെ പ്രാർത്ഥനയല്ല കേട്ടതായിട്ട് കാണുന്നത്. അമ്മ പ്രാർത്ഥിച്ചു കാണും, എന്നാൽ അമ്മയുടെ പ്രാർത്ഥനയല്ല കേട്ടത്. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ബാലൻ്റെ പ്രാർത്ഥന ദൈവം കേട്ടു. ബാലന്മാർ നിലവിളിക്കുമ്പോൾ ദൈവം കേൾക്കുന്ന ഒരു കൊച്ചു കുഞ്ഞുങ്ങളാണെന്ന് വിചാരിക്കത്തില്ല. രണ്ടാമതായിട്ട് ബാലൻ്റെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നു. ഇന്നും ബാലന്മാർ വിളിക്കുമ്പോൾ ദൈവം കേൾക്കുന്നു. അതുകൊണ്ട് ബാലന്മാർ എന്ത് ചെയ്യണം? ദൈവത്തോട് കരഞ്ഞ് വിളിച്ച് അപേക്ഷിക്കണം. മൂന്നാമതായിട്ട്, അവർക്ക് ആവശ്യത്തിനുള്ള വെള്ളം അവരുടെ ആവശ്യം അറിഞ്ഞ്
അവർക്ക് വെള്ളം കൊടുത്ത് സംതൃപ്തനാക്കുന്ന സ്നേഹവാനായ ദൈവമാണ്. മാത്രമല്ല, നാലാമതായിട്ട് ദൈവം അവരെ അനുഗ്രഹിക്കുകയും ചെയ്തു. അവരോട് പറഞ്ഞു, നീ ഒരു വലിയ ജാതിയാക്കും. നമുക്ക് ആ വാക്യം ഒന്നും കൂടെ പഠിക്കാം. ഉൽപ്പത്തി പുസ്തകം 21:17 വാക്യം. ദൈവം ബാലൻ്റെ നിലവിളി കേട്ടു. ദൈവത്തിൻ്റെ ദൂതൻ ആകാശത്തു നിന്ന് ഹാഗാരിനെ വിളിച്ച് അവളോട്, ഹാഗാരെ, നിനക്കെന്ത്? നീ ഭയപ്പെടേണ്ട. ബാലൻ ഇരിക്കുന്നിടത്ത് നിന്ന് അവൻ്റെ നിലവിളി ദൈവം കേട്ടിരിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ദൈവമേ, ഈ നല്ല സമയത്തിനായിട്ട് നിന്നെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുന്ന ദൈവം ജീവിക്കുന്നു, അതോർത്ത് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഞങ്ങൾക്ക് ഉത്തരം നൽകുന്നു, അതോർത്ത് സ്തോത്രം. ഒരു ബാലൻ്റെ നിലവിളി കേട്ട് അവൻ്റെ സങ്കടം അറിഞ്ഞ് അവൻ്റെ ദാഹം അറിഞ്ഞ് അവന് വെള്ളം കൊടുക്കുന്ന കർത്താവാണ് ഞങ്ങൾക്ക് ഉള്ള ദൈവം എന്നുള്ളത്. ഞങ്ങൾക്കുള്ള ദൈവം സ്നേഹവാനായ ദൈവം എന്നുള്ളത് ഒന്നുകൂടെ മനസ്സിലാക്കുവാൻ ഞങ്ങളെ സഹായിച്ചതുകൊണ്ട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടുകൊണ്ട് സ്തോത്രം. നല്ല കുട്ടികളായിട്ട് ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. പരീക്ഷയിൽ ഞങ്ങളെ വിടുവിക്കണമേ. ഞങ്ങളുടെ മാതാപിതാക്കന്മാരെ സൂക്ഷിക്കണമേ. പ്രാർത്ഥന കേട്ടുകൊണ്ട് സ്തോത്രം. യേശു കർത്താവിൻ്റെ നാമത്തിൽ താഴ്മ വിനയമായിട്ട് അപേക്ഷിക്കുന്നു. ആമേൻ. കുഞ്ഞുങ്ങൾക്ക് കഥ ഇഷ്ടമായെങ്കിൽ എന്ത് ചെയ്യണം? സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. ബെല്ലൈക്കണിൽ കൈയമർത്തുമ്പോൾ ഓൾ എന്ന പ്രൊവിഷനിലും കൂടെ കൈയമർത്താൻ മറക്കരുത്. ഓക്കെ, മേ ഗോഡ് ബ്ലെസ് യു ഓൾ. ബൈ ബൈ.